അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇതൊരു കൊളാബറേറ്റീവ് വേ ഓഫ് ആക്ഷൻസ് ആണ് ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാലഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ആ ചാലഞ്ചസ് ഓവർകം ചെയ്തു. എനിക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് ദൈവം ദൂരത്തിലൂടെ കൂടുതൽ തന്നിരിക്കുന്നത്. എല്ലാരും തന്നെ കൂടെ നിൽക്കുമ്പോൾ ഒരു ഫാമിലി ഫീലിംഗ് ആയിരുന്നു. ഐ എം റിയലി താങ്ക്ഫുൾ ടു മൈ ടീം. എനിക്ക് നല്ലൊരു ടീം ഉണ്ടായിരുന്നു. പ്രവാസി ചാനലിന്റെ ദ ഗോൾഡൻ അവറിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആൻസി ക്രിസ്. ഇന്ന് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. അമേരിക്കയിൽ തന്നെ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഒരു മൂവിയാണ് ദൂരം 2. അതിന്റെ അഭിനയിച്ചവരും അതിന്റെ അണിയറ പ്രവർത്തകരും ഇന്നിപ്പോ എന്നോടൊപ്പം ഗോൾഡൻ അവറിലുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിന്റെ സംവിധായകൻ വിമൽ കുമാർ, ആക്ട്രസ് ഡോണ, ആക്ട്രസ് വിദ്യ ആൻഡ് ആക്ടർ സെസിൽ. വെൽക്കം ഓൾ ടു ദി ഗോൾഡൻ അവർ ഷോ. ആദ്യമായി ഇതിന്റെ സംവിധായകൻ വിമൽ കുമാറിനോട് നമുക്ക് ചോദിച്ചറിയാം, ദൂരം 2 ഫ്രാഞ്ചൈസി എന്തുകൊണ്ട്? First of all, thank you, Ansi, and thank you, the Golden Hour. It is indeed our pleasure to be here with us. ദൂരം 2നെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദൂരം 1 ആണ് ആദ്യം ഓർമ്മ വരുന്നത്. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കണ്ടു കാണും. 1-1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു ദൂരം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചായിരുന്നു. നമ്മൾ ഹ്യൂസ്റ്റണിൽ തന്നെയാണ് മൊത്തം ഷൂട്ട് ചെയ്തത്. ഒരു നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം അതിന് കൈവരിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അതിന് പ്രേക്ഷകരാണ് ഞങ്ങളെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തത്. ഞങ്ങളതൊരു AMC തിയേറ്ററിൽ ഇവിടെ ഹ്യൂസ്റ്റണിൽ ഞങ്ങൾക്ക് റിലീസാക്കാൻ പറ്റി. തിയേറ്ററിൽ റിലീസാക്കി അതിൻ്റെ ഒരു കയ്യടിയും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മളടുത്ത് ഒരുപാട് പേര് വന്ന് ചോദിച്ചു, ഇതിൻ്റെ ഒരു അടുത്ത ഭാഗം ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ ആ സമയം വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ടീമിനോ അങ്ങനെ ഒരു പ്ലാനേ ഇല്ലായിരുന്നു. ഒരു ദൂരത്തിന് ഒരു ഫ്രാഞ്ചൈസി വരുമെന്നോ ഒന്നും ഒരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷെ ആൾക്കാരുടെ എക്സൈറ്റ്മെന്റിൽ ഞാൻ കുറച്ചുകൂടെ പമ്പപ്പായി. ഞാൻ അവിടെ വെച്ച് ആൾക്കാരടുത്ത് പറഞ്ഞു, തീർച്ചയായിട്ടും ദൂരം 2 വരും. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. എൻ്റെ മനസ്സിലൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ക്രൂ എല്ലാം എൻ്റെ ഫേസിലേക്ക് ഇങ്ങനെ നോക്കുന്നു, എന്താ സംഭവിക്കുന്നത്. പക്ഷെ ഒരു എക്സൈറ്റ്മെന്റിൽ പറഞ്ഞു. തിരിച്ചു വന്ന് നമുക്ക് മനസ്സിലായി ആൾക്കാർ കുറച്ചുകൂടെ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ദൂരം 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കണം. കാരണം അതിൻ്റെ ഒരു ക്ലൈമാക്സ് നമ്മൾ ഒരു ക്ലാസിക്കൽ രീതിയിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കാരണം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന രീതിയിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ആൾക്കാരുടെ ഒരു ക്യൂരിയോസിറ്റി, ദേ റിയലി വോണ്ട് ടു സീ സംതിങ് മോർ, വാട്ട് ഹാപ്പൻ ടു ദാറ്റ് ഹീറോയിൻ. നമ്മളൊരു ഹണ്ടിങ് ബിഗിൻ ചെയ്യുന്ന പോലെയാണ് നമ്മൾ അതിനെ എൻഡ് ചെയ്യിപ്പിച്ചത്. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായി ഇതിനകത്ത് കുറച്ച് സ്കോപ്പ് ഉണ്ട്, നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക സ്ട്രെച്ച് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാകുകയും ഒരു പ്രീക്വൽ വേഴ്സസ് സീക്വൽ വേർഷനാണ് ശരിക്കും പറഞ്ഞ ഈ ദൂരം 2 എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസിയിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം കുറച്ച് പാസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്, പിന്നെ പ്രസന്റ് സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. പിന്നെ ഐ എം റിയലി താങ്ക്ഫുൾ ടു മൈ ടീം. എനിക്ക് നല്ലൊരു ടീം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവരുടെ സപ്പോർട്ടും പിന്നെ ജനങ്ങളുടെ ഒരു സപ്പോർട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്ന് നമുക്ക് കിട്ടിയ ഒരു എനർജിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം 2. താങ്ക് യു വിമൽ, താങ്ക് യു. അപ്പം ഇതിന്റെ ഒരു 1 ലൈനിൽ ദൂരം 2ന്റെ ഒരു 1 ലൈൻ സ്റ്റോറി ടെല്ലിംഗ് പറയാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞ പാൻസി എന്നെ കൊണ്ട് ഇപ്പൊ കഥ പറയിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. ആക്ച്വലി ആ എക്സൈറ്റ്മെന്റ് ഞാൻ ഒരിക്കലും കളയില്ല ആൾക്കാരുടെ. പക്ഷെ ദൂരം 2നെ പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം ആസ് എ റൈറ്റർ, ആസ് എ ഡയറക്ടർ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഞാനൊരു പ്രേക്ഷകൻ എന്ന രീതിയിലാണ് എപ്പോഴും ഒരു സിനിമ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ ചിന്തിക്കുന്നത്. കാരണം ഞാൻ ആഗ്രഹിക്കാറുണ്ട്, ഈ സിനിമയിൽ ഒരു ഫൈറ്റ് ഉണ്ടായാൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു റൊമാൻസ് സീൻ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഒരു പാട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഈ സിനിമയിൽ ഉണ്ട്. അത് ഉണ്ടായതാണ്, ഓർഗാനിക് ആയിട്ട് ഉണ്ടായതാണ്. കാരണം നമ്മൾ ഒന്നും ആ ഒരു അനാവശ്യമായിട്ട് നമ്മൾ ഇൻജെക്ട് ചെയ്തതല്ല, ഓർഗാനിക്കലി അത് സംഭവിച്ചു. സോ അത് താങ്ക്ഫുൾ. എനിക്കറിയില്ല, അതൊരു മാജിക് സംഭവിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ദൂരം 2ന്റെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ആക്ഷൻ ത്രില്ലർ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് റൊമാൻസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, അത്യാവശ്യം ഫൈറ്റ് സീക്വൻസ് ഉണ്ട്,
നല്ല ഇമോഷൻസ് ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു സിനിമ അവസാനിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേകതയിലായിരിക്കണം. കാരണം അതായിരിക്കുമല്ലോ മനുഷ്യൻ എപ്പോഴും ഓർമ്മിച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇതിലെ ക്ലൈമാക്സും ഞങ്ങൾ കുറച്ച് ഇപ്പം ആധികാരികമായി സിനിമ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമായിട്ട് ഞങ്ങളിത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാനിപ്പോൾ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് മൂവി ആയിരിക്കും. അത്രമാത്രം എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ കാസ്റ്റിംഗ് എങ്ങനെയാ നിങ്ങൾ സെലക്ട് ചെയ്തത്? എങ്ങനെയാ ഇതിന്റെ കഥാപാത്രത്തിലേക്ക് കടന്നു വന്നത്? ഒരു $1 million ക്വസ്റ്റ്യൻ ആണ് സത്യം പറഞ്ഞാൽ. കാരണം എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചൊരു കാര്യമുണ്ട്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഹ്യൂസ്റ്റൺ, പ്രത്യേകിച്ച് നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഓരോ വീട്ടിലും ഓരോ സെലിബ്രിറ്റീസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും കഴിവുകൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു പബ്ലിക് ഓഡിഷൻ ഒന്നും നടത്തിയില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ചീഫ് അസോസിയേറ്റ്സും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഒരു കാരിക്കേച്ചർ ഉണ്ടാക്കുമല്ലോ. അപ്പൊ കാരിക്കേച്ചർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പബ്ലിക്കലി പോയി ചോദിക്കാൻ ഒരു മടി. അവർ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നാണക്കേട് പോലെ വേണ്ട എന്ന രീതിയിൽ ചിന്തിച്ചതുകൊണ്ട് ഞാനിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. ഈ ക്യാരക്ടറിന് ഈ ആള് പറ്റുമോ, ഞാൻ നേരിട്ട് പോയി ചോദിക്കും. അപ്പൊ അതിൻ്റെ ഒരു 2 step ഡൗൺ ഇതിനകത്ത് നമ്മുടെ സിസിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഒരു മെയിൻ ക്യാരക്ടർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പാർട്ടിയുടെ ഇടയിൽ വളരെ കാഷ്വൽ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇദ്ദേഹത്തോട് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, നമുക്കൊന്ന് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി ആദ്യം ചോദിച്ചു, ഞാൻ ഉണ്ടാവുമോടി മൂവിയിൽ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ, പക്ഷെ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ കൂടെ വരുന്നു. അങ്ങനെ ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെട്ട് ഞാനിങ്ങനെ പെറുക്കി എടുക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം പക്ഷെ എന്റെ സെലക്ഷൻ നിങ്ങൾ മൂവി കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ സെലക്ട് ചെയ്ത ഓരോ കഥാപാത്രങ്ങളും അതിന് കംപ്ലീറ്റ്, അതായത് 100% അവർ ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ്. ഒരു ഓഡീഷനും ഇല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാരെ എനിക്ക് സ്ക്രീനിൽ മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ആയിട്ട് അഭിമാനിക്കുന്നു. അങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രോസസ് ശരിക്കും പറഞ്ഞാൽ. ദൂരം 1 പക്ഷെ ദൂരം 2 നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. കുറെ കൂടെ കഥാപാത്രങ്ങളുണ്ട്. ഓൾമോസ്റ്റ് 19 ആക്ടേഴ്സ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് പല റോളുകളിലായിട്ട്. അപ്പൊ ഇത്രയും ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കോൺഫിഡൻസ്, എന്താ പറയാ, ഒരു ഡയറക്ടർ കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ അഭിനയിക്കുമായിരിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് സെലക്ട് ചെയ്തത്. പക്ഷെ നിങ്ങളത് കാണുക, മൂവി കാണുമ്പോൾ മനസ്സിലാവും എന്റെ ആ സെലക്ഷൻ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്. വിമൽ കുമാറിന് ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത് പരിചയമുണ്ടോ? ദൂരം 2 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ദൂരം 2 എന്റെ 4ാമത്തെ മൂവിയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനൊരു 3 ഷോർട്ട് ഫിലിംസ് ഇതിനു മുമ്പ് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ ദൂരം 2 എന്ന് പറയുന്നതാണ് ഏകദേശം ഒരു ഫീച്ചർ ഫിലിമിന്റെ ലെങ്തിൽ തന്നെ നമുക്കിത് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഓൾമോസ്റ്റ് 72 മിനിറ്റ്സ് ഈ മൂവി ഉണ്ട്. പിന്നെ ഒരു 10-13 സിറ്റ്കോമുകൾ ഞാൻ UK വെച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ UK പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഒരു 10-15 മിനിറ്റ്സിന്റെ ഒരു 10-13 സിറ്റ്കോമുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. സുജാത മാം പാടിയ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നേരത്തെ എക്സ്പീരിയൻസ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ എത്ര ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതൊരു കാര്യം, പ്രത്യേകിച്ചും സിനിമയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഇപ്പൊ ഈ ദൂരം 2 എന്നെ സംബന്ധിച്ച് ഫ്രഷ് ആണ്. എന്റെ ഫസ്റ്റ് ബേബി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഞാൻ അങ്ങനെയാണ് എന്നെ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്പർ ഈസ് ജസ്റ്റ് എ സബ്ജക്റ്റീവ് മാറ്റർ. എന്നെ സംബന്ധിച്ച് ഇതൊരു ഫ്രഷ് മൂവിയാണ്. നിങ്ങൾക്ക് വേണേൽ എന്നെ പുതു സമുദായം എന്ന് വിളിക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് ഇതൊക്കെയാണ്. 13ഓളം സിറ്റ്കോമുകളും ഒരു ആൽബം സോങ്ങും. ഇതിപ്പോ 4ാമത്തെ മൂവിയാണ് ശരിക്കും പറഞ്ഞത്. ഇത് ഈ ഒരു മൂവിക്ക് വേണ്ടി ആരൊക്കെയാ ഹെൽപ്പ് ചെയ്ത് അണിയറ പ്രവർത്തകരായിട്ട്? സത്യം പറഞ്ഞാൽ എനിക്ക് എണ്ണി പറയാൻ പറ്റില്ല. അത്രത്തോളം ആൾക്കാർ നമ്മൾ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ മൂവിയിൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 19 ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതല്ലാതെ തന്നെ ബിഹൈൻഡ് ദ ക്യാമറ അതിൽ കൂടുതൽ ഏകദേശം അത്രയും തന്നെ ആൾക്കാർ. ഒരു ടോട്ടൽ ഈ മൂവിയിൽ ഒരു 36 പേര് മുന്നിലും പുറയിലുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് US മാത്രമല്ല, നമ്മൾ നാട്ടിൽ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എഡിറ്റിംഗ് ആക്ച്വലി കേരളത്തിലായിരുന്നു. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കുറച്ച് ഗ്രാഫിക്സ് വർക്ക് ഉണ്ട്. നമ്മൾ ദുബായിൽ ഒരു ടീമിനെയാണ് ഹയർ ചെയ്തിട്ടുള്ളത്.
പിന്നെ ബാംഗ്ലൂരിലുള്ള ടീമുകളാണ് കുറച്ച് ഇതിന്റെ പോസ്റ്റർ ഡിസൈൻ ഒക്കെ ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരും പല പണികളും ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ഇവിടെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ക്രൂ ഒരു ലിമിറ്റേഷൻ ആണ്. നമുക്ക് നമ്മളെ സഹായിക്കാനുള്ള ആൾക്കാർ ലിമിറ്റഡ് ആണ്. അപ്പോൾ ആ ലിമിറ്റഡ് സ്പേസിൽ ഇപ്പൊ ആക്ടറാണോ ആക്ട്രസ് ആണോ എന്നൊന്നുമില്ല, എല്ലാവരും ഏകദേശം എല്ലാ പണികളൊക്കെ തന്നെ എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച് വിമൽ. നമുക്കിനി നമ്മുടെ ഇന്നത്തെ ഒരു ആക്ട്രസ് നമുക്ക് ഡോണയിലേക്ക് കടന്നു ചെല്ലാം. ഡോണ ഈ ഒരു മൂവിയുടെ ഹീറോയിൻ ആണ്. എന്താണ് ഈ കഥാപാത്രത്തിനെ പറ്റി പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഇവിടെ ഈ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ വളരെ സന്തോഷവും നന്ദിയുണ്ട്. ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുന്ന പറഞ്ഞാൽ, സോ ഐ പ്ലേ ദ റോൾ ഓഫ് ഹാന, ഹു ഇസ് ദി മെയിൻ ഗേൾ ഇൻ ദ സ്റ്റോറി. ഇപ്പം ദൂരത്തിന്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ഈ ഹാനയിൽ കൂടിയാണ് നടന്നു പോകുന്നത്. അപ്പം ഹാന എന്ന് പറഞ്ഞാൽ ഇപ്പം ദൂരം 1-നകത്ത് നമ്മൾ അറിയുന്നു ഷീസ് എൻ ഓർഫൻ. അമ്മയും അച്ഛനും എല്ലാം അവരെ അറിയാതെ വളർന്നൊരു കൊച്ചാണ്. അപ്പം ഒരു അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഫോസ്റ്ററായിട്ട് ചെയ്ത് വളർന്ന, പിന്നീട് വലുതാകുമ്പോഴാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഫാമിലിനെ പറ്റിയും അറിയാൻ പറ്റുന്ന കുറച്ചും കൂടെ. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്യുന്നത് കുറച്ച് ഇറ്റ്സ് എ ഹാർഡ് റോൾ സംടൈംസ്, ബിക്കോസ് നമുക്ക് ഫാമിലി ഇല്ലാതെ വളർന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാത്തൊരു ഇതാണ് പേഴ്സണലി. സോ താങ്ക്ഫുള്ളി അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരാനുള്ള ഇതില്ലായിരുന്നു. സോ it was definitely a difficult character to play, but understanding അങ്ങനത്തെ ഒരു കോംപ്ലക്സ് റോളും പിന്നെ അതിൻ്റെ പുറകെ കൂടെ ഇങ്ങനെ ഒരു ഫാമിലി ഡൈനാമിക്സ് നടക്കുന്നതും ഓരോ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തതും it was definitely a very interesting experience. സംവിധായകൻ വിമൽ കുമാർ എല്ലാ സീനും ഗൈഡ് ചെയ്തു, അതോ ഡോണയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റിയായിരുന്നോ? സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഇങ്ങനത്തെ റോളിലോട്ട് എന്നെ ഇപ്പം സെലക്ട് ചെയ്തപ്പോൾ ഇതിനു മുമ്പ് എനിക്ക് ആക്ടിങ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. ഓഫ് കോഴ്സ് നമ്മൾ ഓരോ കൾച്ചറൽ പ്രോഗ്രാം, ഡാൻസ്, പാട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന കുഞ്ഞുനാൾ തൊട്ട് ചെയ്തുകൊണ്ടിരുന്ന, പക്ഷെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വേദിയായിരുന്നു. അപ്പം വിമലിങ്ങനെ വിളിച്ചപ്പോഴും തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ബട്ട് ദ വൺ തിങ് വിമൽ സെഡ് ഇസ് ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ മൈ ആക്ടേഴ്സ്. എനിക്ക് ഞാൻ എന്തുവാ സ്ക്രീനിൽ കൂടി ഈ മൂവിയുടെ ആയിട്ട് ഓഡിയൻസിനെ കാണിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് ഒരു വിഷൻ ഉണ്ട്. ആൻഡ് ഐ ബിലീവ് ഇൻ മൈ ആക്ടേഴ്സ് ടു ഹെൽപ്പ് അച്ചീവ് ദാറ്റ് വിഷൻ. അപ്പം വിമൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്യാരക്ടേഴ്സിനെ പറ്റി ഒരുപാട് ഡെപ്ത് ഇൻഫർമേഷൻ തരും. അപ്പം ഞങ്ങൾ ആക്ടേഴ്സ് എല്ലാം ഇരുന്ന് ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അതെല്ലാം നമ്മൾ അറിയണമല്ലോ ഒരു റോൾ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പം. ചുമ്മാ സ്ക്രിപ്റ്റ് വായിച്ച് ആക്ട് ചെയ്യുന്ന പോലെയല്ല, അതിൻ്റെ ശരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തോ, എവിടുന്നാ വന്ന ആ ക്യാരക്ടർ, എങ്ങനെയാ അത് ഈ ഒരു വേദിയിലേക്ക് ഇങ്ങനെ എത്തിപ്പെട്ടെന്നൊക്കെ നമ്മൾ ശരിക്കും വിമൽ അത് ഡെപ്തിലോട്ട് പറഞ്ഞു. പക്ഷെ ക്യാമറയ്ക്ക് മുമ്പേ വരുമ്പം he really he gives you that creative freedom. അപ്പം നമുക്ക് ആ ഒരു വിഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്തുവാണ് അതിലൂടെ മനസ്സിലാക്കുന്നത്, അത് നമുക്ക് എങ്ങനെ പൊർട്രേ ചെയ്യാൻ പറ്റുന്നത്, അത് കുറെ കൂടെ ക്യാമറ മുമ്പ് വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും ചോദിക്കുമായിരുന്നു ഇത് ശരിക്കും വരുന്നുണ്ടോ. അപ്പം വിമൽ പറയും നിങ്ങൾ ക്യാമറയ്ക്കകത്ത് സീൻ നോക്കണ്ട, അത് ഞാൻ പറയും അപ്പം നമുക്ക് എന്തെങ്കിലും വിഷന്റെ അതോ എൻ്റെ പ്രതീക്ഷയിൽ വന്നില്ലെങ്കിൽ ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ ചെയ്തോ, അപ്പം നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാക്കുന്നത് അതുപോലെ ചെയ്തോ. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ടായിരുന്നു, പക്ഷെ അതുപോലെ തന്നെ ഗൈഡൻസും ബാക്കിന്നും ഉണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു സീൻ വല്ല ഓർമ്മയിൽ വരുന്നുണ്ടോ? ഐ തിങ്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഓർഫന്റെ കഥയാണ് ഈ ദൂരം 2. ഇപ്പം ആദ്യത്തെ മൂവിയെക്കാളും സെക്കൻഡ് മൂവിക്കകത്ത് ആ റിലേഷൻഷിപ്പ് ഒരുപാട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കൊച്ചെങ്ങനെയാ അച്ഛനെ പറ്റി ഇങ്ങനെ ഓർമ്മയിൽ കൂടെ അച്ഛനെ അറിയുന്നുണ്ട്, പക്ഷെ ശരിക്കും നേരിട്ട് കണ്ടിട്ടില്ല. അത് കണ്ടത് ഒരു വെരി ഡാർക്ക് ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സീനിൽ കൂടി അച്ഛനെ കണ്ടേ. അപ്പം
അങ്ങനത്തെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സീനില്ല, പക്ഷെ ഒരുപാട് ദൂരത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട് ഈ ഓരോ ഹലൂസിനേഷൻ ആയിട്ടും ഓർമ്മയിൽ ഈ ഹാന എന്ന് പറഞ്ഞ ക്യാരക്ടർ അച്ഛനെ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സീനൊക്കെ വരുമ്പം ഇറ്റ് വാസ് റിയലി ഹാർഡ് ഫോർ മീ, ബിക്കോസ് നമുക്ക് നമ്മുടെ സ്വന്തം പേരൻസിനെ പറ്റി ആയിരിക്കും ഇങ്ങനെ വിചാരിക്കുന്നത്. സോ എങ്ങനെയാ നമ്മള് ഒരു ലോസ് എങ്ങനെയാ ഡീൽ ചെയ്യുന്നത്. അപ്പം I think those scenes are probably one of the hardest. പിന്നെ ഇപ്പം വിമൽ ഇങ്ങനെ പറഞ്ഞു ക്ലൈമാക്സ് is I think it was a very special scene to create for all of us. അപ്പം I just remember climax കഴിഞ്ഞപ്പോഴും I couldn't shake that feeling, like acting in the break ചെയ്യാൻ പറ്റിയില്ല, because it was so like I was physically shaking because of like how much emotion and overpowering. So I think those are the two things that I remember. താങ്ക് യു ഹാന. ഇനി നമ്മൾക്ക് നമ്മുടെ ആക്ടേഴ്സ് വിദ്യയിലേക്ക് കടന്നു ചെല്ലാം. ദൂരം 2ന്റെ മറ്റൊരു കഥാപാത്രമാണ് വിദ്യ ചെയ്തിരിക്കുന്നത്. വിദ്യയുടെ കഥാപാത്രത്തിനെ പറ്റി ഒന്ന് പറയാമോ? നമസ്കാരം ആൻസി. അതിനു മുമ്പ് ഗോൾഡൻ അവറിനോടും ആൻസിയോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരം തന്നതിന്. ദൂരം 2 വിമലിന്റെ സിനിമയാണ്. അതിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം സാറ എന്നുള്ളൊരു കഥാപാത്രമാണ്. അല്പം വില്ലത്തരമൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് എൻ്റെ. വിദ്യയുടെ ഈ കഥാപാത്രം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ട് ഈ പറഞ്ഞ പോലെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല ഞാനും. ദൂരം 1 ചെയ്യുമ്പോഴും വിമലിന്റെ ഗൈഡൻസിനോട് നീതി പുലർത്താൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ദൂരം 2 എന്നുള്ള സംസാരങ്ങൾ വരുമ്പോൾ ഞാൻ കുറച്ച് ക്യൂരിയസ് ആയിരുന്നു. ഞാൻ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിമൽ അതിന്റെ കഥ പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാനുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് എനിക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നി. അപ്പം എപ്പോഴും വിമലിനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, വിമൽ എനിക്ക് ചില സമയത്ത് സ്ട്രെസ് ആവുമോ, എനിക്ക് അറിയില്ല എന്താ ഞാൻ ചെയ്യുന്നത്. അപ്പൊ വിമൽ പറയും, നീ നിനക്ക് പറ്റുന്ന പോലെ ചെയ്യൂ. ദൂരം അതിന്റെ ആദ്യ ഭാഗം നമ്മൾ ചെയ്തു, അത് നന്നായിട്ട് വന്നു, ഒരുപാട് പ്രേക്ഷകർ കണ്ടു, നല്ല അഭിപ്രായം നമുക്ക് കിട്ടി. അപ്പോ എന്തിനാ പേടിക്കുന്നത്? ദൂരം 2 അതുപോലെ തന്നെയുള്ളൂ. ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം കഴിവ് പുറത്തെടുക്കൂ. അങ്ങനെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, അങ്ങനെ പറയാം. അപ്പോൾ എനിക്കത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, വിമൽ പറഞ്ഞ ശരിയാണ്, ചില സമയത്തുള്ള കഥാപാത്രത്തിന്റെ ഇമോഷൻസ് പുറത്തേക്ക് കൊണ്ടുവരണം. ദേഷ്യമാണ് ഒരു വില്ലത്തി കഥാപാത്രം എന്ന് പറയുമ്പോൾ ദേഷ്യവും ഒപ്പം ഈഗോയും അഹങ്കാരവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വികാരങ്ങളാണ് അവിടെ കൊണ്ടുവരേണ്ടത്. ചില ഭാഗത്ത് ശരിയാവാറില്ല. അപ്പോൾ വിമൽ അത് പറയും, ഈ രീതിയിൽ ചെയ്യൂ, ഇതിനെ ഇങ്ങനെ തിങ്ക് ചെയ്ത് നോക്കൂ. അങ്ങനെ നമുക്ക് ഉള്ളിൽ എന്താണ് കൊണ്ടുവരാൻ പറ്റുന്നത് അത് ചെയ്യാൻ പലപ്പോഴും വിമൽ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോ അതൊരു ഹെൽപ്പ് ആയിരുന്നു. പിന്നെ കൂടെയുള്ള ക്രൂ എപ്പോഴും, ഇതൊരു സിനിമയിൽ നിങ്ങൾ കാണുമ്പോൾ ഇമോഷൻസ് പല രീതിയിൽ ഓരോ കഥാപാത്രങ്ങളുടെയും പോകുന്നതായിട്ട് കാണാം. പക്ഷെ അതേസമയം ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത ഒരു സമയം കൂടി ആയിരുന്നു. അപ്പോ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഉള്ളിലും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കഥാപാത്രങ്ങളും പിന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിനെ ഇംപ്രവൈസ് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓൾ ദോസ് തിങ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. കൂടെയുള്ള ക്രൂവും ഹെൽപ്പ് ചെയ്തായിരുന്നോ കഥാപാത്രം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി? തീർച്ചയായിട്ടും ഓരോരുത്തരും ക്യാമറ ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന കഥാപാത്രങ്ങളും കൂടെയുള്ള കഥാപാത്രങ്ങളും എല്ലാവരും എപ്പോഴും നമുക്ക് ഇമോഷൻസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോ ഒരാൾ സംസാരിക്കുന്നു, ആ ഡയലോഗിന് ഓപ്പോസിറ്റ് ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ അഭിനയം വരുന്നു എന്നുള്ളതൊരു വലിയ മാറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിനനുസരിച്ച് ഒരു പക്ഷെ നമ്മുടെ ഭാഗങ്ങള് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ദേഷ്യമാണെങ്കിൽ തന്നെ അവിടുന്ന് ഒരു പറ്റുന്ന രീതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഇമോഷൻസ് അവർ തരുന്നില്ലെങ്കിൽ ഞാനൊന്ന് മടിക്കും ചിലപ്പോൾ എന്താ വേണ്ടേന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം വിമൽ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതില് വിമൽ തെരഞ്ഞെടുത്ത ഓരോരുത്തരും ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ളവരെയാണ് വിമൽ ഇതിലേക്ക് തെരഞ്ഞെടുത്തത്. ഓരോ കഥാപാത്രങ്ങളും അത് ഞാൻ ഈ പറയുന്നത് പോലെയല്ല, അത് ഇതിന്റെ വ്യക്തത കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സിനിമ കാണണം. എന്നാൽ മാത്രമേ ഞാൻ ഈ പറയുന്നത് എത്രമാത്രം ശരിയാണെന്നുള്ളതിന്റെ തലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ദൂരം 2ലേക്ക് വേണ്ടി വിദ്യ വേറെന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ടോ അഭിനയമല്ലാതെ? ദൂരം 2ലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ അത് വിമൽ അതൊന്ന് തുടങ്ങൂ. വിമൽ നമ്മുടെ പാട്ടിനെ പറ്റി
അതെങ്ങനെയാണ് വന്നതെന്നൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കൂ. ആൻസി, അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു മറുപടി പറയാം. കാരണം നമ്മുടെ മൂവിയിൽ 2 പാട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം നമ്മളൊരു ഒരു പാട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ആക്ച്വലി നിങ്ങൾക്ക് എല്ലാം അറിയാം, നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പാട്ടിന്റെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മ്യൂസിക് ഡയറക്ടറും എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പാട്ടൊരു മനോഹരമായ ഒരു മെലഡി വേണം, അതിനകത്ത് കുറെ ഇമോഷൻസ് കൊണ്ടുവരാനുണ്ട്, അത് ട്യൂൺ ചെയ്യുന്നു, മനോഹരമായ ഒരു ട്യൂൺ നമുക്ക് കിട്ടുന്നു. ട്യൂൺ കിട്ടിക്കഴിയുമ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓക്കെ നമുക്ക് നല്ല ലിറിക്സ് വേണം, ലിറിക്സ് ഈസ് എ സ്റ്റെം ഓഫ് എ സോങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു ഡെഫിനറ്റ്ലി വി ക്യാൻ ഹയർ സംബഡി, നമുക്ക് ആരെങ്കിലും നമുക്ക് ഓൺ ബോർഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിദ്യയും അതിനകത്ത് ഉണ്ടായിരുന്നു, നമ്മുടെ ക്രൂ ഉണ്ടായിരുന്നു. വിദ്യ എൻ്റെ അടുത്ത് ചോദിച്ചു, വിമൽ ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഇപ്പൊ വിദ്യ അത്യാവശ്യം എഴുതുന്ന ഒരാളാണെന്ന് എനിക്കറിയാം, അദ്ദേഹം പോയംസ് ഒക്കെ എഴുതുന്ന ആളാണെന്നും എനിക്കറിയാം. പക്ഷെ സിനിമ സോങ് എന്ന് പറയുന്നത് അതൊരു വേറൊരു ലെയർ, വേറൊരു ജോണറിൽ പെടുന്ന ഒരു സാധനമാണ്. അപ്പം ആദ്യം എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു, ഓണസ്റ്റ് ആൻസർ. പക്ഷെ നമ്മുടെ ഒരു ക്രൂ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് അവരൊരു വേറൊരു ടാലന്റ് കാണിക്കാൻ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ ആസ് എ ഡയറക്ടർ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതൊരു കൊളാബറേറ്റീവ് വേ ഓഫ് ആക്ഷൻസ് ആണ് ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വിദ്യ ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു. സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 പേരെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് വിദ്യ ഒരു 95% മീറ്ററിങ്ങിലുള്ള ലിറിക്സ് കൊണ്ടുവരികയും ഞാനത് മ്യൂസിക് ഡയറക്ടറെ അടുത്ത് ഷെയർ ചെയ്യുകയും അദ്ദേഹം ആദ്യം തന്നെ ചോദിച്ചാൽ എനിക്ക് ഈ ആളുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ. ഞങ്ങൾ ഗ്രൂപ്പ് കോൺവെർസേഷൻ ഇടുന്നു. പിന്നെ ഒരു വളരെ മൈന്യൂട്ട് ചേഞ്ചസ് മാത്രമേ നമ്മൾ ആ പാട്ടിന് വേണ്ടി വരുത്തിയിട്ടുള്ളൂ. ലിറിക്സിൽ മനോഹരമായ ഒരു പാട്ടാണ്. അഗെയിൻ ഞാൻ എൻ്റെ സിനിമയാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സിനിമയാകുമ്പോൾ നമ്മളെല്ലാം മനോഹരം എന്ന് ഞങ്ങൾ പറയുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല. നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും വിദ്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു അഭിമാനം, ഒരു ലിറിസിസ്റ്റിനെ ഹ്യൂസ്റ്റണിൽ നിന്ന് സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും.